HR ഇന്നോവേഷനെ തള്ളിക്കൊണ്ടുള്ള സൂം മീറ്റിങ്ങുകളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടത്. ആദ്യത്തെ ദിവസം ഷിബുവും മുനവറും പിന്നെ നമ്മുടെ പിജീഷും ഒക്കെയുള്ള ഒരു സൂം മീറ്റിംഗ് ആയിരുന്നു. ഇന്നലെ അതിനെ സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി പോലെ ഹൈറിച്ച് ഇന്നോവേഷൻ ആർമി HR ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാര്യയും അയ്യൂബ് ഖാനും ടീമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിജീഷ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഫിജീഷ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചില തെറ്റുപറ്റി, നമ്മുടെ ഹൈറിച്ച് എന്ന കമ്പനിയിൽ നമുക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ HR ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്നാണ്. ഇവർ പറയുന്നു നമ്മൾ കൃത്യമായി GST അടക്കും, കൃത്യമായി TDS പിടിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇവർ ഇതൊന്നും മറ്റേതിൽ ചെയ്തിട്ടില്ല എന്നതാണ്. അതുപോലെ തന്നെ അതേ സമയമാണ് നമ്മുടെ ജിനിൽ ജോസഫിനെ പറയാതിരിക്കാൻ വയ്യല്ലോ. ജിനിൽ ജോസഫ് പറയുന്നത് HR ഇന്നോവേഷൻ എന്ന് പറയുന്ന കമ്പനി വെറും തട്ടിപ്പാണ്, തട്ടിക്കൂട്ടാണ്, മറ്റേത് പ്രവർത്തിച്ചത്ര പോലും നിയമപരമല്ല. ഇത് പ്രവർത്തിക്കേണ്ട 16 സർട്ടിഫിക്കറ്റുകളിൽ ഒന്നുപോലും ഇല്ലാതെയാണ് ഈ HR ഇന്നോവേഷൻ എന്ന് പറഞ്ഞ കമ്പനി പ്രവർത്തിക്കുന്നത്. അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കമ്പനി എന്നാണ് നമ്മുടെ ജിനിൽ ജോസഫ് പറയുന്നത്. അപ്പോൾ HR ഇന്നോവേഷൻ്റെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടലാസ് കമ്പനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കടലാസ് കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഓഫീസോ പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഒരു കടലാസ് രജിസ്ട്രേഷൻ ഉണ്ടാവും. കമ്പനി ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർമാർ ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആ കമ്പനിക്ക് ഉണ്ടാവും. എന്നാൽ ഈ കമ്പനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലാസ് കമ്പനി എന്ന് പോലും പറയാതെ വെറും സൂം മീറ്റിംഗ് കമ്പനിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. വെറും സൂം മീറ്റിങ്ങുകളിൽ മാത്രമാണ് ഈ കമ്പനി നമ്മൾ അറിയപ്പെടുന്നത്. ജാർഖണ്ഡിൽ പോയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി എന്നല്ലാതെ ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടോ ഇതിൻ്റെ ഡയറക്ടർമാരോ ആരെന്നോ അറിയില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് ഓഫീസ് ഉണ്ടോ, അവിടെ ഒരു കെട്ടിടം ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഏതെങ്കിലും ഫ്ലക്സ് മറച്ചിട്ട് നമുക്കറിയാലോ, പിന്നെ ഏതെങ്കിലും ഒരു പെട്ടിക്കടിയോ അതിനൊക്കെ ഫ്ലക്സ് മറിച്ചിട്ട് HR ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് ആക്കിയ പോലെ ആവാം ചിലപ്പോൾ നിങ്ങൾ ജാർഖണ്ഡ് പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഓഫീസ്. ആ കമ്പനിക്ക് ഓഫീസോ ഒരു കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 6 മാസമായിട്ട് വരുമാനം ഇല്ലാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ അവർക്ക് തട്ടിപ്പല്ലാതെ വേറെ വഴിയുമില്ല. അവർ ഇത്ര കാലം ജീവിച്ചിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പുതിയ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഏതാണെന്നോ ആ പ്രൊഡക്റ്റിൻ്റെ പൈസ എത്രയാണെന്നോ ഒന്നും തന്നെ പറയാതെ, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നോ ഒന്നും തന്നെ അറിയാതെ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഭയങ്കര പ്രൊഡക്റ്റാണ്. പിന്നെ ഇവരുടെ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഭാര്യ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ റീപർച്ചേസ്, നമ്മൾ കിടക്ക മേടിച്ച് കഴിഞ്ഞാൽ കിടക്ക മേടിച്ചുകൊണ്ടേ ഇരിക്കണം, അത്ര ക്വാളിറ്റി ഉണ്ടാവുമല്ലോ അല്ലെ, അതിനെയാണ് നമ്മൾ റീപർച്ചേസ്. ഇവിടെ തുടരെ നമ്മൾ ഉപയോഗിക്കുക. നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ നമുക്ക് റീപർച്ചേസ് എന്ന് പറയുന്നതിൽ കാര്യമാണ്, നമ്മൾ തുടരെ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ഇപ്പോൾ പറയുന്നത് റീപർച്ചേസിലൂടെ നമുക്ക് ഇൻകം കിട്ടുന്നതാണ്. കട്ടിൽ കാന്തക്കിടക്ക നമ്മൾ തുടരെ ഉപയോഗിക്കേണ്ടി വരും എന്നതാണ് ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ പറയേണ്ടത്, ഇതൊക്കെ വിശ്വസിച്ച് പണം പോകുന്നവർ പണം ആരെങ്കിലും നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അവരെ പണം പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.